ഈ ഉമ്മത്തിന്റെ വിഷയത്തിലുള്ള ഭയം പ്രവാചകനുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്തു. അത് ഇബ്രാഹിം നബി നിർവഹിച്ചൊരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഇന്നഹുന്ന അളുലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഒരുപാട് ആളുകളെ അവർ വഴിപഠിപ്പിച്ചിട്ടുണ്ട്. ആരാണോ എന്നെ പിൻപറ്റുന്നത് അവൻ എന്നിൽപ്പെട്ടവനാണ്. ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവന് നീ പുറത്തു കൊടുക്കണം റബ്ബേ, നീ ഗഫൂറാണ് റഹീമാണ്. തൻ്റെ ജനതയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി നിർവഹിച്ച പ്രാർത്ഥന. ഇത് സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹ് പറയുന്നുണ്ട്. ശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥന പറയുന്നുണ്ട്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുന്ന പക്ഷം നീ അസീസാണ്, ഹക്കീമാണ്. അല്ല, നീ ശിക്ഷിക്കുകയാണോ നീ അതിനും അർഹതയുള്ളവനാണ്, കാരണം അവർ നിന്റെ അടിമകളാണ്. അപ്പൊ ഈസാ നബി തൻ്റെ ഉമ്മത്തിലുള്ള വിഷമം അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിലെ വിഷമം അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എടുത്തു പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഫഅ യദൈഹി, തൻ്റെ കൈകൾ ഇങ്ങനെ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹ് എൻ്റെ ഉമ്മത്തി, എൻ്റെ സമുദായം. വബക, അത് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അങ്ങനെ പ്രവാചകൻ കരഞ്ഞപ്പോൾ ഫഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയുന്നു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, നീ മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഫസൽഹു, നീ ആ മുഹമ്മദിനോട് ചോദിക്കണം, മായുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്ത് വിഷയമാണ് നിങ്ങളെ കരയിപ്പിച്ചത്. അത് അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, അള്ളാഹ്ക്ക് ചില നടപടിക്രമങ്ങളുണ്ട്, അത് അല്ലാഹു തആല ചെയ്തു വരുന്നു എന്ന് മാത്രം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് പ്രശ്നം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് കാര്യങ്ങൾ പറഞ്ഞു. ജിബ്രീൽ ചെന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, ഇതാ ഇന്നതാണ് പ്രശ്നം. വീണ്ടും ജിബ്രീലിനോട് അല്ലാഹ് പറയുന്നു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഫഖുൽ, എന്നിട്ട് നീ പറയണം, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക, നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നാം നിങ്ങളെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. വലാ നസൂക, നിങ്ങളെ ഒരിക്കലും നാം വിഷമിപ്പിക്കുകയില്ല. നമുക്ക് വേണ്ടി കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മോട് എത്രത്തോളം സ്നേഹം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹാദൽ ഹദീസ് മുസ്തമലുൻ അലാ അൻവാഇൻ മിനൽ ഫവായിദി, ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ബയാനു കമാലി ശഫഖത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി, ഈ ഉമ്മത്തിനോടുള്ള മുഹമ്മദ് നബിയുടെ സമ്പൂർണ്ണമായ സ്നേഹം. പിന്നെയോ വഇഅ്തിനാഇഹി ബിമസാലിഹിഹിം, ഈ ഉമ്മത്തിന്റെ നന്മയെക്കുറിച്ചുള്ള പരിഗണനയും ശ്രദ്ധയും. വഇഹ്തിമാമുഹു ബിഅംരിഹിം, ഉമ്മത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ മനസ്സിന്റെ വിഷമവും പ്രവാചകൻ അതിൽ കാണിച്ച താല്പര്യവും ശ്രദ്ധയും. അപ്പൊ നമ്മുടെ കാര്യത്തിൽ ആർക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രദ്ധയുണ്ടായിട്ടുണ്ട്.